ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്രീമി തുർക്കിഷ് ചിക്കനാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ്. നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സ്പൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, പെപ്പർ പൗഡർ ആൻഡ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും. ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതിൽ 2 ടേബിൾ സ്പൂൺ യോഗേർട്ടും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കനോള ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ചേർക്കാം. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓൾമോസ്റ്റ് 8 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി, നന്നായി വെന്ത് കിട്ടും. നമുക്കിത് ചിക്കൻ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും മറിച്ചിടുകയും ചെയ്യാം. ഓൾമോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി വേറൊരു പാത്രം എടുത്ത് അത് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. മൈദ ചേർത്ത് ഒരു വിസ്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം. അതൊരു ക്രീമി ടെക്സ്ചറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർക്കാം. പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതൊരു കുറുകി വരണം നമ്മുടെ സോസ്. അങ്ങനെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ സ്പൈസസ് ചേർക്കാം. ഉപ്പ്, കുരുമുളക്, ഒറിഗാനോ, ഇതൊക്കെ ഓരോ ടീസ്പൂൺ എടുത്താൽ മതി. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രീം കുറുകി വരും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നമ്മൾ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ 400 ഗ്രാം ചിക്കൻ എടുത്തതിന് ഇത്രയും ക്രീം ധാരാളമാണ്. ഇനി നമുക്ക് ഈ ക്രീം കുറച്ചായി ഫ്രൈ ചെയ്ത ചിക്കൻ്റെ മേലിലേക്ക് പോർ ചെയ്യാം. അങ്ങനെ മൊത്തം ക്രീമും ചിക്കനിലേക്ക് ചേർക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഈ ക്രീമിൻ്റെയും ചിക്കൻ്റെയും മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചീസൊക്കെ മെൽറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഒരു 5 മിനിറ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടച്ചു വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പൊറോട്ട, ചപ്പാത്തി, നാൻ, അങ്ങനെ എന്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് നമ്മുടെ ക്രീമി തുർക്കിഷ് ചിക്കൻ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.